നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഒന്നടങ്കം ഉലച്ച മാസപ്പടി വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും CPM-നും ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായകമായിട്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. മുൻപ് സിംഗിൾ ബെഞ്ച് പ്രഖ്യാപിച്ച ഉത്തരവിനെ പൂർണ്ണമായിട്ടും ശരിവെച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് എടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന പ്രാഥമിക സംശയങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അടിത്തറ നൽകുന്ന ഒന്നായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പുലർച്ചെ നേരം പരവര വിളക്കും മുൻപ് ഇഡിയുടെ ഔദ്യോഗിക വാഹനം പിണറായി വിജയൻ്റെ പശുത്തൊഴുത്ത് പോലും പൊളിച്ചു മാറ്റിയ വാടക വീട്ടിലേക്ക് പാഞ്ഞു കയറിയ ആ പഴയ രാഷ്ട്രീയ നാടകീയതയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പുരോഗമിക്കുന്നത്. തുടക്കം മുതൽ ഈ വിഷയത്തിൽ വീണ വിജയനും എക്സാലോജി കമ്പനിക്കുമെതിരെ അതിശക്തമായ നിയമ പോരാട്ടവും രാഷ്ട്രീയ പ്രചരണവും നയിച്ച മാത്യു കുഴൽനാടൻ MLA-യുടെ വ്യക്തിപരമായിട്ടുള്ള വിജയം കൂടിയായിട്ട് ഈ കോടതി വിധി വിലയിരുത്തപ്പെടുന്നു. വൻതോതിലുള്ള ഭരണകൂട സമ്മർദ്ദങ്ങളെയും സൈബർ ആക്രമണങ്ങളെയും അതിജീവിച്ച് ഈ കേസിൻ്റെ തുടക്കം മുതൽ കുറ്റപത്രം സമർപ്പിക്കുന്നവരെയുള്ള ഓരോ ഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോയ കുഴൽനാടൻ താൻ മുൻപ് പ്രവചിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നതിലുള്ള രാഷ്ട്രീയ സംതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ അനുകൂല ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ സൂചനകളും മുന്നറിയിപ്പുകളുമാണ് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ കേസിൽ വെറും ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അത് മാത്രമല്ല അടങ്ങിയിരിക്കുന്നതെന്നും മറിച്ച് ഇതിൻ്റെ അന്തർധാരയായിട്ട് കിടക്കുന്നത് വൻതോതിലുള്ള അഴിമതിയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. തനിക്ക് അഴിമതിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന ഭാവത്തിൽ അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തോടെ ഇത്രയും കാലം ജനങ്ങളെ അഭിമുഖീകരിച്ച പിണറായി വിജയൻ വൈകാതെ തന്നെ ഈ കേസിൽ ഔദ്യോഗികമായിട്ട് പ്രതിപട്ടികയിലേക്ക് വരുമെന്ന വ്യക്തമായ സൂചനയാണ് കുഴൽനാടൻ ഇവിടെ നൽകിയിരിക്കുന്നത്. മുൻപ് സംസ്ഥാന വിജിലൻസിന് മുന്നിൽ ഈ അഴിമതിയുടെ തെളിവുകൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ പലവിധ സാങ്കേതിക തടസ്സങ്ങളാൽ സാധിച്ചിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹം എന്നാൽ കേന്ദ്ര ഏജൻസിയായ EDയെ സംബന്ധിച്ച് അവർക്ക് ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ യാതൊരുവിധ നിയമപരമായിട്ടുള്ള വിലക്കുകളുമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. താൻ മുൻപുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഘട്ടം ഘട്ടമായി സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും കോടതികൾക്ക് പോലും ഇപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം കൃത്യമായി ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധാരണക്കാരിലേക്ക് ഈ കേസിൻ്റെ ഭീകരത എത്തിക്കുന്നതിനായി വളരെ ലളിതമായ ഭാഷയിലാണ് കുഴൽനാടൻ ഇതിന് പിന്നിലെ സാമ്പത്തിക ക്രമക്കേടുകളെ വിശദീകരിച്ചത്. ഈ മാസപ്പടി കേസിൻ്റെ നിഗൂഢതകളൊക്കെ മനസ്സിലാക്കാൻ വലിയൊരു വക്കീലോ നിയമജ്ഞനോ അതല്ലെങ്കിൽ നിയമത്തിൽ ആഴത്തിൽ അറിവുള്ള ജഡ്ജിയോ ആകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കും. ഒരു സ്വകാര്യ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളും ഉടമസ്ഥതയിലുള്ള IT കമ്പനിയും തമ്മിൽ യാതൊരുവിധ സേവനങ്ങളോ കൺസൾട്ടൻസിയോ നൽകാതെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിപ്പണം കൈമാറി എന്നതാണ് ഇവിടെ പ്രഥമ ദൃഷ്ടിയ കാണാനായിട്ട് കഴിയുന്ന വസ്തുത. ഈ അഴിമതിപ്പണം ബാങ്ക് അക്കൗണ്ടുകൾ വഴി സ്വീകരിക്കുകയും അതിന് കൃത്യമായി നികുതി ടാക്സ് അടയ്ക്കുകയും ചെയ്തു എന്ന് കാണിച്ച് ഇത് കള്ളപ്പണമല്ലെന്ന് പൂർണ്ണമായും നിയമപരമായിട്ടുള്ള വൈറ്റ് മണിയാണെന്നും വരുത്തി തീർക്കാനായിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടന്നത്. നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനും പൊതുസമൂഹത്തെയും പാർട്ടി അണികളെയും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയ ഒരു വലിയ തട്ടിപ്പ് പ്രക്രിയയാണ് ഇതെന്ന് ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഇവിടെ ആരോപിക്കുന്നത്. മാസപ്പടി വിവാദം ആദ്യമായി കേരള പൊതുസമൂഹത്തിന് മുന്നിൽ അതിശക്തമായ തെളിവുകളോടെ ഉന്നയിക്കപ്പെട്ട കാലത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് CPM നേതൃത്വവും അതോടൊപ്പം തന്നെ അന്നത്തെ ഭരണകൂടവും കൈക്കൊണ്ട തന്ത്രങ്ങളെ കുഴൽനാടൻ ഇവിടെ ഓർമ്മിപ്പിച്ചു. വിവാദം കത്തിപ്പടർന്ന ആ ദിവസം തന്നെ വൈകുന്നേരം അന്ന് അടിയന്തരമായിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും തൊട്ടടുത്ത ദിവസം രാവിലെ മാധ്യമങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണക്കുറിപ്പ് നൽകുകയും ചെയ്തിരുന്നു. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിൽ പരസ്പര സമ്മതത്തോടെ നടത്തിയ തികച്ചും സുതാര്യമായ ഒരു ബിസിനസ് ഇടപാടാണ് ഇതെന്നും അതിലൂടെ ലഭിച്ച വരുമാനത്തിന് കൃത്യമായിട്ട് നികുതി അടച്ചിട്ടുള്ളതിനാൽ ഇതിൽ അഴിമതിയോ ക്രമവിരുദ്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഇല്ലെന്നായിരുന്നു പാർട്ടി അന്ന് പത്രക്കാരെയൊക്കെ തന്നെ അറിയിച്ചത്. ഇത്തരമൊരു പ്രതിരോധ കോട്ട കെട്ടിക്കൊണ്ട് പൊതുജനങ്ങളെയും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിഷ്കളങ്കരായിട്ടുള്ള സഖാക്കളെയും ബോധ്യപ്പെടുത്താനാണ് അവർ അന്നു മുതൽ പരിശ്രമിച്ചതെങ്കിലും ആ പാഴ്ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. സത്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ CPM-ൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ വെറും കെട്ടുകഥകളായിരുന്നുവെന്ന് തെളിയുകയാണെന്നും അദ്ദേഹം ഇവിടെ പരിഹസിച്ചു. കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ED നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന നിയമവിരുദ്ധ പ്രക്രിയ ഇവിടെ വ്യക്തമായി നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മുൻപ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണത്തിന് പൂർണ്ണ അനുമതി നൽകിയത്. ഇപ്പോൾ ഈ കേസിൻ്റെ ഫയലുകളും വാദങ്ങളുമൊക്കെ തന്നെ കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച ശേഷം ഡിവിഷൻ ബെഞ്ചും അതേ നിഗമനത്തിൽ തന്നെ എത്തിച്ചേരുകയും കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ED അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ്. ഇനി വരും നാളുകളിൽ പൊതുസമൂഹം ഉറ്റുനോക്കുന്നത് ED ഈ കേസ് എത്രത്തോളം ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും സുതാര്യമായും അന്വേഷിക്കും എന്നതിൽ തന്നെയാണ്.
കേവലം രാഷ്ട്രീയ പുകമറകൾക്കപ്പുറം കുറ്റമറ്റ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് നിയമത്തിന് മുന്നിൽ നിലനിൽക്കുന്ന ശക്തമായ ഒരു അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര ഏജൻസിക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട പ്രധാന കാര്യം. കേസിൻ്റെ അടുത്ത രാഷ്ട്രീയ ഘട്ടത്തെക്കുറിച്ച് സംസാരിച്ച മാത്യു കൊഴുനാടനാകട്ടെ, നിലവിലെ ED അന്വേഷണം കേവലം കള്ളപ്പണം വെളുപ്പിക്കലിൽ മാത്രം ഒതുങ്ങുന്നതാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം അഴിമതി തന്നെയാണെന്ന് അടിവരയിട്ട് പറഞ്ഞു. നിലവിൽ CMRL കമ്പനിക്കെതിരെയും വീണ വിജയനെതിരെയും എക്സാലോജിക്കിനെതിരെയും ഒക്കെയാണ് അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിലും കള്ളപ്പണമായി മാറിയ ഈ തുക കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പദവി ഉപയോഗിച്ചാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ യഥാർത്ഥ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കാൻ എപ്പോൾ തീരുമാനിക്കുന്നുവോ അപ്പോൾ മാത്രമായിരിക്കും അന്വേഷണത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി പുറത്തു വരിക. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ അത്യുന്നത അധികാര കസേരയിൽ ഞെളിഞ്ഞിരുന്ന പിണറായി വിജയനിലേക്ക് ഈ മാസപ്പടി അന്വേഷണം എത്തിച്ചേരുന്ന ആ നിമിഷത്തിനായിട്ട് കാത്തിരിക്കേണ്ടി വരും. അഴിമതി നിരോധന നിയമപ്രകാരം ഇതിലേക്ക് അന്വേഷണം നീളുമ്പോൾ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരും എന്ന കാര്യത്തിൽ ആർക്കും യാതൊരുവിധ സംശയവും വേണ്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ CPM നേരിട്ട കനത്ത പരാജയം അത് ജനങ്ങൾ ഈ അഴിമതിക്കെതിരെ നൽകിയ വിധിയെഴുത്താണെന്ന് കുഴൽനാടൻ ഇവിടെ വിലയിരുത്തി. CPMൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പതനത്തിനും തിരിച്ചടിക്കും കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടന്ന കൊടിയ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ്. ഈ അഴിമതി കഥകൾ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ അങ്കലാപ്പിലായ മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയും തങ്ങളുടെ കൂടെയുള്ള സഖാക്കളെയെങ്കിലും കൂടെ നിർത്താൻ വേണ്ടിയുള്ള പാഴ്ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ വെച്ച് എത്രയോ വട്ടം തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് ഇരു കൈകളും മലർത്തി കാണിക്കുകയും മടിയിൽ കനമില്ലാത്തവനെ വഴിയിൽ ഭയപ്പെടേണ്ടതില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് അന്ന് പിണറായി വിജയൻ. കേന്ദ്ര ഏജൻസികളെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ വന്ന് എന്തും അന്വേഷിക്കട്ടെ എന്നും അന്ന് ഗർജിച്ച അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ ED അന്വേഷണത്തിനായിട്ട് എത്തിയപ്പോൾ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ തെരുവിലിറക്കി രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനായിട്ട് ശ്രമിച്ചത്. ED ഉദ്യോഗസ്ഥരെ ശാരീരികമായി നേരിടാനും അവരുടെ വാഹനങ്ങളൊക്കെ തന്നെ തല്ലിപ്പൊളിക്കാനും അണികളെ പ്രകോപിപ്പിച്ച നേതാക്കൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇത്തരം അതിക്രമങ്ങൾ നടത്തിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിൽ പോകേണ്ടി വരുമെന്ന് അറിയാത്തവരല്ല. സാധാരണക്കാരായ സഖാക്കളെ EDക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത് അവരെ ജയിലിലാക്കിയ ശേഷം കണ്ടില്ലേ നമ്മുടെ സഖാക്കളെ കേന്ദ്രം വേട്ടയാടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സഹതാപ തരംഗം ഉണ്ടാക്കാനാണ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. EDയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ട് അണികളെ വൈകാരികമായി കൂടെ നിർത്താനുള്ള ഈ ഒരു തന്ത്രം അത് തികഞ്ഞ രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വസ്തുതകൾ മൂടിവയ്ക്കാൻ ഇനി ഇടതുപക്ഷത്തിന് സാധിക്കില്ല. ഒന്നുകിൽ ED അന്വേഷണത്തിന് പിന്നാലെ കേന്ദ്ര CBI അന്വേഷണം വരികയോ അതല്ലെങ്കിൽ പുതിയ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇതിലെ യഥാർത്ഥ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ഈ 2 ഏജൻസികളിൽ ആരെങ്കിലും ഒരാൾ ശക്തമായി ഇടപെടുന്നതോടെ സാക്ഷാൽ പിണറായി വിജയൻ കുറ്റാരോപിതനായിട്ട് പ്രതിപട്ടികയിൽ നിൽക്കുന്ന നാളുകൾ അതിവിദൂരമല്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കുഴൽനാടൻ തൻ്റെ വാക്കുകളൊക്കെ തന്നെ അവസാനിപ്പിച്ചത്.